റിപ്പോർട്ടർ ഇംപാക്ട്. സപ്ലൈകോയിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകി MD അശ്വതി ശ്രീനിവാസ്. 408 തസ്തികകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യുക. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാവില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ മുൻ നിലപാട്. ഒഴിവുകൾ പൂഴ്ത്തി എന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഒടുവിൽ ആ വാർത്തയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. നിരവധി ആളുകൾ പലതവണ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ചേട്ടാ റിപ്പോർട്ട് നമ്മുടെ സപ്ലൈകോയിലെ ഒഴിവ് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യണം, അത് നിങ്ങൾ ഒന്നുകൂടി ഇടപെടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കാത്തിരുന്ന വാർത്ത എത്തുകയാണ്. റിപ്പോർട്ടർ ഇമ്പാക്ട്. എന്താണ് MDയുടെ നിർദ്ദേശം? അതിൽ വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് അരുൺ. നമ്മൾ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ തന്നെയാണ് ഈ വാർത്ത അറിയിക്കുന്നത്. ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. റിപ്പോർട്ടർ TV ആ വാർത്ത നൽകുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അതിലൊരു തീരുമാനം വന്നിരിക്കുകയാണ്. 400ഓളം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒഴിവുകൾ ഉണ്ടായിട്ടും ഇത് PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകിയപ്പോൾ തിരിച്ചു നൽകിയ മറുപടി, തൽക്കാലം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനാകില്ല, സാമ്പത്തിക പ്രതിസന്ധിയാണ് സപ്ലൈകോയിൽ, സർക്കാരിലും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, തൽക്കാലം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു മറുപടി. പക്ഷേ ആ മറുപടി തിരുത്താൻ സപ്ലൈകോ മാനേജ്മെൻറ്റ് തയ്യാറായി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. MDയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഒഴിവുകളെല്ലാം PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു. 408 തസ്തികകൾ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തിക 408 എണ്ണം PSCക്ക് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി എന്ന വിവരം കൂടി വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി മാറിയാലും ഇല്ലെങ്കിലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ എത്ര വർഷം പഠിച്ചാണ് ഈ PSC പരീക്ഷ എഴുതുന്നതും ജോലിക്കായി കാത്തിരിക്കുന്നതും പൊതുവിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അവരുടെ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അരുൺ. ഓക്കെ, എന്തായാലും ആദിൽ പാലോട്, ഇതിൽ ജോലി കിട്ടുന്ന 408 പേരെങ്കിലും അതിൽ ചിലരെങ്കിലും മനസ്സിൽ ആദിൽ പാലോടിനെ ഈ മനുഷ്യൻ, ഈ ജോലിയുടെ ഐശ്വര്യം എന്ന് പറയുന്നുണ്ടാവും. താങ്ക് യു ആദിൽ പാലോട്.